നമസ്കാരം. UPSC പോളിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും അടിസ്ഥാനപരവുമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, അതായത് ഭരണഘടനാപരമായ സ്ഥാനവും അതിന്റെ ഘടനയും എന്താണെന്ന് നമുക്ക് ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം പാർലമെന്റ് എന്ന ആശയം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ അതിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനമായ ആർട്ടിക്കിൾ 79ലേക്ക് കടക്കും. എന്തുകൊണ്ടാണ് നമുക്ക് രണ്ട് സഭകൾ, അതായത് ബൈക്യാമറാലിസം എന്നതിന്റെ കാരണം നമ്മൾ കണ്ടെത്തും. ശേഷം പ്രസിഡന്റിന്റെ പങ്ക്, പാർലമെന്റിന്റെ ജനാധിപത്യപരമായ പ്രാധാന്യം എന്നിവയെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അവസാനം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സാം റിവിഷൻ കോർണറും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. എന്താണ് പാർലമെന്റ്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ എന്താണ്? പാർലമെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഡൽഹിയിലുള്ള ആ വലിയ കെട്ടിടമാണ്, അല്ലേ? എന്നാൽ ഭരണഘടനാപരമായി പറഞ്ഞാൽ പാർലമെന്റ് എന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ സുപ്രീം ലെജിസ്ലേറ്റീവ് ഓർഗനാണ്. അതായത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പരമോന്നത അധികാരം ഈ സ്ഥാപനത്തിനാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ജനങ്ങളായ നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ രാജ്യത്തിന്റെ ഭരണം നടക്കുന്ന പരമോന്നത സഭയാണ് പാർലമെന്റ്. ഓക്കേ, അപ്പോൾ പാർലമെന്റിന്റെ ഈയൊരു സ്ഥാനത്തിന് ഭരണഘടനയിലൊരു അടിസ്ഥാനം വേണ്ടേ? തീർച്ചയായുമുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾ 79. ഇന്ത്യൻ പോളിറ്റിയിലെ എല്ലാ സ്ഥാപനങ്ങളെയും പോലെ പാർലമെന്റിന്റെയും അടിസ്ഥാനം ഭരണഘടനയിൽ തന്നെയാണ്. വളരെ ലളിതമായി പക്ഷെ വളരെ കൃത്യമായി പാർലമെന്റിന്റെ ഘടന എന്തായിരിക്കണമെന്ന് പറയുന്നു. അതിൽ പറയുന്നത് യൂണിയൻ ഒരു പാർലമെന്റ് ഉണ്ടായിരിക്കും. അതിലാരൊക്കെ വേണം? ദ പ്രസിഡന്റ്, പിന്നെ രണ്ട് സഭകൾ. ഏതൊക്കെയാണ് ആ സഭകൾ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് രാജ്യസഭ, പിന്നെ ഹൗസ് ഓഫ് ദ പീപ്പിൾ, അതായത് ലോക്സഭ. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഫോർമുല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടനയുടെ കാതൽ ഇതാണ്. ഇതെപ്പോഴും ഓർത്തുവെക്കണം. പലരും വിചാരിക്കുന്നത് പോലെ ലോക്സഭയും രാജ്യസഭയും മാത്രമല്ല, പ്രസിഡന്റ് കൂടി ചേരുമ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റ് പൂർണ്ണമാകുന്നത്. ഇത് UPSC പ്രിലിംസിൽ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. അടുത്തത് വളരെ രസകരമായൊരു ചോദ്യമാണ്. എന്തിനാണ് നമുക്ക് രണ്ട് സഭകൾ? ലോക്സഭ മാത്രം പോരെ? എന്തുകൊണ്ടാണ് നമ്മൾ ബൈക്യാമറലിസം എന്ന ഈയൊരു രീതി തിരഞ്ഞെടുത്തത്? ഇതിന് പിന്നിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, ഇതാണ് ആ നിർണായകമായ ചോദ്യം. എന്തുകൊണ്ട് ഒറ്റ സഭ പോരാ? രണ്ടാമതൊരു സഭയുടെ, അതായത് രാജ്യസഭയുടെ ആവശ്യം എന്താണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത്? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇത് നമ്മുടെ ഫെഡറലിസത്തിനെ ഉയർത്തിപ്പിടിക്കുന്നു. കാരണം രാജ്യസഭ ശരിക്കും സംസ്ഥാനങ്ങളുടെ ഒരു കൗൺസിലാണ്. സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. 2, ഒരു ബില്ല് 2 തവണ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ തിടുക്കപ്പെട്ട് ആലോചനയില്ലാതെ നിയമമുണ്ടാക്കുന്നത്, അതായത് ഹേസ്റ്റി ലെജിസ്ലേഷൻ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. 3, കല, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധരെ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാക്കാൻ ഇത് അവസരം നൽകുന്നു. 4മത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, ഇതൊരു ചെക്സ് ആൻഡ് ബാലൻസസ് സംവിധാനമായി പ്രവർത്തിക്കുന്നു. ലോക്സഭയുടെ അധികാരത്തെ നിയന്ത്രിക്കാൻ രാജ്യസഭ സഹായിക്കുന്നു. ഇനി നമുക്ക് ആ പാർലമെന്റ് സമവാക്യത്തിലെ ആദ്യത്തെ ഘടകത്തിലേക്ക് വരാം. പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പങ്ക് പലപ്പോഴും ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. വെറുമൊരു തലവൻ മാത്രമാണോ പ്രസിഡന്റ്? അല്ല. ഇതാണ് ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യം. ശരിയാണ്, പ്രസിഡന്റ് ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരംഗമല്ല. അദ്ദേഹം വോട്ട് ചെയ്യാറില്ല, സഭയിലിരിക്കാറില്ല. എന്നിട്ടും നമ്മൾ പറയുന്നു അദ്ദേഹം പാർലമെന്റിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ട്, അതായത് അവിഭാജ്യ ഘടകമാണെന്ന്. അതെങ്ങനെ ശരിയാകും? നമുക്കിതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇതു മനസ്സിലാക്കാൻ നമ്മൾ ഈ ആശയം കടമെടുത്ത ബ്രിട്ടീഷ് വെസ്റ്റ്മിനിസ്റ്റർ മോഡലിലേക്കൊന്ന് നോക്കണം. അവിടെയും രാഷ്ട്രത്തലവൻ, അതായത് മൊണാർക്ക്, പാർലമെന്റിന്റെ ഭാഗമാണ്. നമ്മൾ അതേ രീതിയാണ് ഇവിടെയും പിന്തുടർന്നത്. പക്ഷെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ബ്രിട്ടനിലെ മൊണാർക്ക് ഒരു പാരമ്പര്യ സ്ഥാനമാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റുന്നതും. ഇവിടെയാണ് പ്രസിഡന്റിന്റെ യഥാർത്ഥ അധികാരം വരുന്നത്. നോക്കൂ, ഒരു ബിൽ നിയമമാകണമെങ്കിൽ ഈ സ്റ്റെപ്പുകളിലൂടെ എല്ലാം കടന്നുപോകണം. ലോക്സഭ പാസാക്കുന്നു, രാജ്യസഭ പാസാക്കുന്നു. പക്ഷേ അത് മാത്രം പോരാ. അവസാനം പ്രസിഡന്റ് അതിൽ ഒപ്പുവയ്ക്കണം. അദ്ദേഹത്തിന്റെ അസെന്റ് അഥവാ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഒരു ബിൽ ആക്റ്റായി, അതായത് നിയമമായി മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പാർലമെന്റിന്റെ ഘടനയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് അതിന്റെ ജനാധിപത്യപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് പാർലമെന്റ് നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുംതൂണെന്ന് പറയുന്നത്? പ്രശസ്തനായ ഭരണഘടനാ വിദഗ്ധൻ സുഭാഷ് സി കശ്യപ്പിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ.
ഗ്രാൻഡ് ഇൻക്വസ്റ്റ് ആൻഡ് വാച്ച് ഡോഗ് ഓഫ് ദി നേഷൻ. പാർലമെന്റ് എന്നത് വെറും നിയമമുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയല്ല, അത് ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഏറ്റവും വലിയ വേദിയാണ്. ഗവൺമെന്റിന്റെ ഓരോ പ്രവർത്തനത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ചോദ്യം ചെയ്യാനും ജനങ്ങളോട് ഉത്തരം പറയാൻ നിർബന്ധിതരാക്കാനുമുള്ള ഒരു സംവിധാനമാണിത്. അതുകൊണ്ടാണ് അതിനെ രാജ്യത്തിന്റെ ഒരു വാച്ച് ഡോഗ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം വരുന്നത്. ബ്രിട്ടനിൽ പാർലമെന്ററി സോവറനിറ്റിയാണ്, അതായത് പാർലമെന്റിനാണ് പരമാധികാരം. അവർക്ക് എന്ത് നിയമവും ഉണ്ടാക്കാം, മാറ്റാം. അവർക്ക് മുകളിൽ മറ്റൊന്നുമില്ല. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറനിറ്റിയാണ്, അതായത് ഭരണഘടനയാണ് സുപ്രീം. നമ്മുടെ പാർലമെന്റിന് നിയമങ്ങളുണ്ടാക്കാം, പക്ഷെ അത് ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പാടുള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ പോലെയുള്ള കാര്യങ്ങൾ പാർലമെന്റിന്റെ അധികാരത്തിനൊരു നിയന്ത്രണം വയ്ക്കുന്നു. ശരി, നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ദ്രുത പരിശീലനം. നിങ്ങളുടെ അറിവ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആർട്ടിക്കിൾ 79 പ്രകാരം ഇന്ത്യൻ പാർലമെന്റിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. കാരണം നമ്മൾ പഠിച്ച ഫോർമുല ഓർമ്മയില്ലേ? ദ പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. അടുത്ത ചോദ്യം, ബൈക്യാമറലിസം എന്ന തത്വത്തിന്റെ പ്രധാന ലക്ഷ്യമെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാനും ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് സംവിധാനം നൽകാനും. ചോദ്യം 3, എന്തുകൊണ്ടാണ് പ്രസിഡന്റ് പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്. ഓപ്ഷൻ സി, അദ്ദേഹത്തിന്റെ അസെന്റ് ഇല്ലാതെ ഒരു ബില്ലും നിയമമാവില്ല. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ബ്രിട്ടീഷ് പാർലമെന്റുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്താണ്? നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യൻ പാർലമെന്റ് ഒരു സോവറിൻ ബോഡിയല്ല, എന്നാൽ ബ്രിട്ടീഷ് പാർലമെന്റ് സോവറിനാണ്. അവസാനത്തെ MCQ, രാജ്യസഭ ഫെഡറൽ ഇക്വിലിബ്രിയം അഥവാ ഫെഡറൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കേന്ദ്രത്തിന്റെ അനാവശ്യമായ ഇടപെടലുകളിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ അത് സംരക്ഷിക്കുന്നു. ഇനി മെയിൻസ് എഴുതുന്നവർക്ക് വേണ്ടിയൊരു ചോദ്യം. ഇതൊന്ന് ആലോചിച്ച് ഉത്തരമെഴുതാൻ ശ്രമിക്കണം. ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു സഭയിലും അംഗമല്ലെങ്കിലും അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ പ്രസിഡന്റിന്റെ നിയമനിർമ്മാണപരമായ പങ്ക് വിശദീകരിക്കുക. അവസാനമായി ഒരു ചോദ്യം കൂടി. ഇത് ഈ വിഷയത്തിന്റെ കാതൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇന്ത്യയിലെ ബൈക്യാമറലിസം നിയമനിർമ്മാണ പ്രക്രിയയുടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ മാത്രമല്ല, മറിച്ച് ഫെഡറലിസത്തിനും ഡെലിബറേറ്റീവ് ഡെമോക്രസിക്കും വേണ്ടിയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ്ഗാർഡാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഈ ചോദ്യങ്ങൾ പരിശീലിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുറപ്പിക്കാൻ സഹായിക്കും. നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലുകളാണ് ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ ഈ രണ്ട് സഭകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവയുടെ ഘടന എന്താണ്? ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 100 കോടിയിലധികം വരുന്ന ജനങ്ങളെ വെറും 2 സഭകൾ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇതിന്റെ ഉത്തരം കണ്ടെത്താനായി നമുക്ക് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഘടനയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു രൂപരേഖ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ലോക്സഭയെപ്പറ്റി സംസാരിക്കും, പിന്നെ രാജ്യസഭ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ, അങ്ങനെ ഓരോന്നായി നമുക്ക് നോക്കാം. വെറും അക്കങ്ങൾ മാത്രമല്ല, ഇതിന്റെ പിന്നിലെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ലോക്സഭ, അതായത് ഹൗസ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ. പേരുപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് പ്രതിഫലിക്കുന്ന സഭയാണിത്. ഭരണഘടന അനുസരിച്ച് ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 552 ആണ്. ഇതൊരു മാക്സിമം ലിമിറ്റാണ്, അതായത് ഇതാണ് ഏറ്റവും ഉയർന്ന പരിധി. പക്ഷേ ഇപ്പം നിലവിൽ എത്ര പേരുണ്ടെന്നറിയോ? 545. അപ്പോൾ ആ മാക്സിമം ലിമിറ്റിലെത്തിയിട്ടില്ല. അപ്പോൾ ഈ നമ്പറുകൾക്കൊക്കെ ഒരു ഭരണഘടനാപരമായ അടിസ്ഥാനം വേണ്ടേ? തീർച്ചയായുമുണ്ട്. ആർട്ടിക്കിൾ 81. ഇതാണ് ലോക്സഭയുടെ ഘടനയെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ വകുപ്പ്. ഓർത്തുവെക്കേണ്ട ഒരു ആർട്ടിക്കിളാണിത്. ശരി, അപ്പോൾ ഈ 545 അംഗങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നമുക്ക് നോക്കാം. ഇതിൽ ഭൂരിഭാഗവും, അതായത് 530 പേർ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ 13 പേർ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും വരുന്നു. അതുകൂടാതെ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് 2 പേരെ രാഷ്ട്രപതിക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 331 പ്രകാരം
ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് ലോക്സഭയിൽ മതിയായ പ്രതിനിധ്യം ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രപതിക്ക് തോന്നുന്നുവെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. 2019-ലെ 126-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെയാണ് ഇത് പിന്നീട് 104-ാം ഭരണഘടനാ ഭേദഗതി ആക്ട് 2019 ആയി മാറിയത് ഈ സംവരണം നിർത്തലാക്കിയത്. പ്രധാന കാരണങ്ങൾ: ജനസംഖ്യ. 2011-ലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആംഗ്ലോ ഇന്ത്യൻ ജനസംഖ്യ വളരെ കുറവാണെന്നും അതിനാൽ പ്രത്യേക സംവരണം തുടരേണ്ടതില്ലെന്നും സർക്കാർ വാദിച്ചു. തുല്യാവസരം. സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ വിഭാഗം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ലയിച്ചുകഴിഞ്ഞെന്നും പ്രത്യേക സംവരണം ആവശ്യമില്ലെന്നും വിലയിരുത്തപ്പെട്ടു. പ്രധാന മാറ്റങ്ങൾ: ലോക്സഭയിലെ സീറ്റുകൾ. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 2 സീറ്റുകൾ ഒഴിവാക്കിയതോടെ ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 545-ൽ നിന്നും 543-ആയി കുറഞ്ഞു. ലോക്സഭാ പരമാവധി സീറ്റുകളുടെ എണ്ണം 552-ൽ നിന്നും 550-ആയി കുറഞ്ഞു. SC/ST സംവരണം. ഇതേ ഭേദഗതിയിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പാർലമെന്റിലെ സംവരണം മറ്റൊരു 10 വർഷത്തേക്ക് കൂടി നീട്ടി. എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ സംവരണം നീട്ടിയില്ല. നടപ്പിലാക്കിയത് 2020 ജാനുവരി 25 മുതലാണ് ഈ മാറ്റം നിലവിൽ വന്നത്. അതിനാൽ 17-ാം ലോക്സഭയിൽ 2019-2024-ൽ ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോക്സഭയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്നറിയാമോ? അതാണ് ടെറിട്ടോറിയൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ പ്രാദേശിക പ്രാതിനിധ്യം. അതായത് രാജ്യത്തെ ഏകദേശം ഒരേ ജനസംഖ്യയുള്ള പല മണ്ഡലങ്ങളായി തിരിക്കുന്നു. ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധി. വളരെ ലളിതമായ ആശയം, അല്ലേ? ഓക്കെ, അപ്പോൾ ലോക്സഭയെക്കുറിച്ച് നമുക്കൊരു ധാരണയായി. ഇനി നമുക്ക് പാർലമെന്റിന്റെ 2ാമത്തെ സഭയിലേക്ക് കടക്കാം. രാജ്യസഭ. ഇതിനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും പറയും. ഇതിന്റെ റോള് ലോക്സഭയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ലോക്സഭയുടെ കാര്യം പറഞ്ഞ പോലെ രാജ്യസഭയ്ക്കും ഒരു പരമാവധി അംഗസംഖ്യയുണ്ട്. ഭരണഘടനയനുസരിച്ച് അത് 250 എന്നാൽ ഇപ്പോൾ രാജ്യസഭയിലുള്ളത് 245 അംഗങ്ങളാണ്. അപ്പോൾ ഇവിടെയും ആ മാക്സിമം ലിമിറ്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ രാജ്യസഭയുടെ ഭരണഘടനാപരമായ അടിസ്ഥാനം എന്താണ്? അത് ആർട്ടിക്കിൾ 80 അതോടൊപ്പം ഓരോ സംസ്ഥാനത്തിനും എത്ര സീറ്റ് കിട്ടും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭരണഘടനയുടെ 4-ാം ഷെഡ്യൂളിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രാജ്യസഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ എണ്ണം സീറ്റുകളല്ല ഉള്ളത്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിന് 31 സീറ്റുകളുള്ളപ്പോൾ ചെറിയ സംസ്ഥാനമായ സിക്കിമിന് വെറും 1 സീറ്റേ ഉള്ളൂ. ഈ വ്യത്യാസം വളരെ വലുതാണല്ലേ? ഇതിന് കൃത്യമായൊരു കാരണമുണ്ട്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എന്തുകൊണ്ട് അമേരിക്കൻ സെനറ്റിലെ പോലെ എല്ലാ സ്റ്റേറ്റിനും ഒരേ എണ്ണം സീറ്റ് കൊടുത്തുകൂടാ? അവിടെ ഓരോ സ്റ്റേറ്റിനും 2 സെനറ്റർമാർ വീതമാണല്ലോ. അതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ: ജനസംഖ്യ. അമേരിക്കൻ സിസ്റ്റം പോലെയല്ല ഇന്ത്യ തിരഞ്ഞെടുത്തത്. ഇവിടെ ഫെഡറൽ തത്വങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായാണ് രാജ്യസഭയിലെ സീറ്റുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, ഇതുവരെ നമ്മൾ സംസാരിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെക്കുറിച്ചാണ്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ പാർലമെന്റിലെത്തുന്ന ചില പ്രത്യേക അംഗങ്ങളുണ്ട്. ആരാണവർ? നമുക്ക് നോക്കാം. എന്തിനാണ് ഇങ്ങനെയൊരു നോമിനേഷൻ സമ്പ്രദായം? അതിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്: തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ബഹളങ്ങളിലൊന്നും പെടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ ആളുകളെ സഭയിലേക്ക് കൊണ്ടുവരിക. അവരുടെ അറിവും അനുഭവസമ്പത്തും പാർലമെന്ററി ചർച്ചകൾക്കൊരു മുതൽക്കൂട്ടാകും. അപ്പോ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ളവരെയാണ് ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്നത്? പ്രധാനമായും 4 മേഖലകളാണ്: കല, സാഹിത്യം, ശാസ്ത്രം, പിന്നെ സാമൂഹ്യ സേവനം. ഈ രംഗങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ 12 പേരെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഘടനകൾ കണ്ടു. രണ്ടും 2 രീതിയിലാണല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 വ്യത്യസ്ത സഭകൾ? ഇതിന്റെ പിന്നിലെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇവിടെയാണ് ഈ 2 സഭകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം കിടക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ലോക്സഭ ജനങ്ങളെ നേരിട്ട് പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് അതിനെ ജനങ്ങളുടെ സഭ എന്ന് വിളിക്കുന്നു. എന്നാൽ രാജ്യസഭയോ?
അത് സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് അതിനെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സഭകളും ചേർന്ന് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഫെഡറൽ ബാലൻസ് ഉണ്ടാക്കുന്നത്? നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ഒരു താരതമ്യം നടത്തി നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. ലോക്സഭ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെയാണ്. രാജ്യസഭയോ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും. ചുരുക്കി പറഞ്ഞാൽ, ഒരിടത്ത് ജനഹിതം പ്രകടമാകുമ്പോൾ മറ്റൊരിടത്ത് സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് നമ്മുടെ ഫെഡറൽ ഘടനയുടെ സൗന്ദര്യം. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലായി എന്ന് സ്വയം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ഒരു ചെറിയ ടെസ്റ്റ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 എണ്ണം പ്രിലിംസ് മാതൃകയിലുള്ളതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാനായി ഒരു മെയിൻസ് ചോദ്യവുമുണ്ട്. ഇതൊന്ന് ആലോചിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടനയെക്കുറിച്ചുള്ള ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമ്മുടെ പാർലമെന്റിന് 2 സഭകളുണ്ടല്ലേ? ലോക്സഭയും രാജ്യസഭയും. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇവ രണ്ടും പ്രവർത്തിക്കുന്നത് 2 വ്യത്യസ്ത സമയക്രമങ്ങളിലാണ്. ഒന്ന് 5 വർഷം കൊണ്ടില്ലാതാവും, മറ്റേത് അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം? നമുക്കിതിന്റെ പിന്നിലെ കാരണങ്ങളൊന്ന് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എന്തിനാണ് ഇന്ത്യയ്ക്ക് ഒരു പെർമനന്റ് ഹൗസും എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടാവുന്ന മറ്റൊരു ഹൗസും? ഈ ഒരു ഡിസൈനിന് പിന്നിലുള്ള ആ ഒരു ലോജിക് എന്താണെന്ന് നമുക്ക് ശരിക്കുമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ലോക്സഭയെപ്പറ്റി സംസാരിക്കും, അതിന്റെ ആ 5 വർഷത്തെ കാലാവധിയെക്കുറിച്ച്. പിന്നെ ഒരു എമർജൻസി വന്നാൽ എന്ത് സംഭവിക്കും? അത് കഴിഞ്ഞ് സഭ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് നോക്കും. അതിനുശേഷം നമ്മൾ രാജ്യസഭയിലേക്ക് വരും. എന്തുകൊണ്ടാണ് അതിനെ ഒരു പെർമനന്റ് ബോഡി എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കും. അവസാനം ഈ 2 സിസ്റ്റവും, അതായത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും ഭരണത്തിന്റെ സ്ഥിരതയും എങ്ങനെയാണ് ഒരുമിച്ചു പോകുന്നതെന്ന് നമുക്ക് കാണാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ലോക്സഭ, അതായത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സഭ. അപ്പോ ഈ സഭയുടെ കാലാവധി എത്രയാണ്? അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 5. ഈ ഒരു നമ്പറിന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 83(2) വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ലോക്സഭയുടെ സാധാരണ കാലാവധി 5 വർഷമാണെന്ന്. ഈ 5 വർഷമാണ് ശരിക്കും ഒരു സർക്കാരിനെ ജനങ്ങളോട് കണക്ക് ബോധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? അപ്പോ ഈ 5 വർഷം എണ്ണുന്നത് എപ്പം മുതലാണെന്നറിയാമോ? ഇലക്ഷൻ കഴിഞ്ഞ് സഭ ആദ്യമായിട്ട് കൂടുന്ന ആ ദിവസം മുതൽ. അവിടുന്ന് 5 വർഷം കൃത്യമായി കഴിയുമ്പോൾ ആരും പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട, സഭ ഓട്ടോമാറ്റിക്കായി പിരിയും. അതാണ് നിയമം. ഇതിന്റെ പിന്നിലുള്ള ഐഡിയ വളരെ സിമ്പിളാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരിക്കുന്നവർ തിരിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് വരണം. എന്നിട്ട് ചോദിക്കണം, ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്കൊരു അവസരം കൂടി തരുമോ? ഈ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ 5 വർഷമെന്ന നിയമത്തിന് ഒരു എക്സെപ്ഷനുണ്ട്. ഒരു അസാധാരണ സാഹചര്യം വന്നാൽ, അതായത് ഒരു നാഷണൽ എമർജൻസി, അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചൊന്ന് മാറും. ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന് ഒരു നിയമം പാസാക്കി ലോക്സഭയുടെ കാലാവധി നീട്ടാൻ പറ്റും, ഒരു തവണ 1 വർഷത്തേക്ക്. ഇതിന്റെ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ഒരു ഇലക്ഷൻ നടത്തുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ടും ആ സമയത്ത് ഭരണത്തിൽ ഒരു ഗ്യാപ്പ് വരാതിരിക്കാനുമാണ് ഈ ഒരു സംവിധാനം. എന്നാൽ ഈ അധികാരത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, കാലാവധി എത്ര പ്രാവശ്യം വേണമെങ്കിലും നീട്ടാം, പക്ഷെ ഓരോ തവണയും 1 വർഷത്തേക്ക് മാത്രമേ പറ്റൂ. ഇനി രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, എമർജൻസി തീർന്നാൽ ഈ നീട്ടിക്കൊടുത്ത കാലാവധിക്ക് പരമാവധി 6 മാസത്തെ ആയുസ്സേ ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ ഇലക്ഷൻ നടത്തിയേ പറ്റൂ. ഇത് ശരിക്കും അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ളൊരു സേഫ്റ്റി മെക്കാനിസമാണ്. ഓക്കെ, അപ്പൊ ലോക്സഭ ഒന്നുകിൽ 5 വർഷം കഴിയുമ്പോൾ തനിയെ പിരിയും, അല്ലെങ്കിൽ എമർജൻസിയിലും നീട്ടിക്കിട്ടും. ഇനി മൂന്നാമതൊരു സാധ്യതയുണ്ട്, 5 വർഷം തികയുന്നതിനു മുൻപേ തന്നെ അതിനെ പിരിച്ചുവിടുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിസല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണിത് സംഭവം? ഡിസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സഭയുടെ കഥ കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതിന്റെ ലൈഫ് തന്നെ അവസാനിച്ചു. ഇനി പുതിയൊരു ഇലക്ഷൻ നടത്തി പുതിയൊരു ലോക്സഭ രൂപീകരിച്ചേ മതിയാവൂ. എന്നാൽ പ്രൊറോഗേഷൻ എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതൊരു സമ്മേളനം അവസാനിപ്പിക്കുന്നത് മാത്രമാണ്. സഭ അവിടെ തന്നെ ഉണ്ടാവും. കുറച്ചുനാൾ കഴിഞ്ഞ് അടുത്ത സമ്മേളനത്തിന് അതേ അംഗങ്ങൾ തന്നെ വീണ്ടും വരും. അപ്പോ ഡിസല്യൂഷൻ ഫൈനലാണ്, പ്രൊറോഗേഷൻ താൽക്കാലികവും. ഒരു വിദഗ്ധൻ പറഞ്ഞതുപോലെയാണ്, ഡിസല്യൂഷൻ എന്ന് പറഞ്ഞാൽ
പാർലമെന്റിന്റെ സ്ലേറ്റ് ഒരു സ്പോഞ്ച് വെച്ച് തുടച്ച് വൃത്തിയാക്കുന്നത് പോലെയാണ്. അതായത് ആ സഭയുടെ മുന്നിലുണ്ടായിരുന്ന എല്ലാ ബില്ലുകളും, എല്ലാ ചർച്ചകളും, നോട്ടീസുകളും എല്ലാം ലാപ്സായി പോവും. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ ലോക്സഭയുടെ ഈ ഒരു താൽക്കാലിക സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പാർലമെന്റിന്റെ രണ്ടാമത്തെ സഭ, സ്ഥിരതയുടെ ഒരു നെടുംതൂണ് എന്ന് തന്നെ പറയാം, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ രാജ്യസഭ. നമുക്കതിന് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു പെർമനന്റ് ബോഡിയാണ് എന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 83(1) പറയുന്നത് രാജ്യസഭയെ പിരിച്ചുവിടാൻ പറ്റില്ല എന്നാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ലോക്സഭ ചിലപ്പോ പിരിച്ചുവിട്ട അവസ്ഥയിലായിരിക്കാം. ആ സമയത്തും രാജ്യത്ത് നിയമനിർമ്മാണം നടത്താനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരു സഭ എപ്പോഴും റെഡിയായിരിക്കും. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലേ, രാജ്യസഭയെ പിരിച്ചുവിടുന്നില്ലെങ്കിൽ പിന്നെ അതിലെ അംഗങ്ങൾ എങ്ങനെയാണ് മാറുന്നത്? എല്ലാവരും ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ ഇരിക്കുകയാണോ? അല്ല, അവിടെയാണ് രാജ്യസഭയുടെ ഏറ്റവും യുണീക്കായ ഒരു സിസ്റ്റം വരുന്നത്. ഇതൊരു സ്റ്റാഗേർഡ് സിസ്റ്റമാണ്. അതായത് ഓരോ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ റിട്ടയർ ആകും. എന്നിട്ട് ആ ഒഴിവുകളിലേക്ക് പുതിയ അംഗങ്ങൾ വരും. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഭ ഒരിക്കലും പൂർണ്ണമായി കാലിയാകുന്നില്ല. എപ്പോഴും പരിചയസമ്പന്നരായ അംഗങ്ങളും പുതിയ അംഗങ്ങളും അവിടെ ഉണ്ടാവും. ഫ്രഷ് ഐഡിയാസും വരും, കണ്ടിന്യൂറ്റിയും ഉണ്ടാവും. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഭയാണ് പെർമനന്റ്, അല്ലാതെ അംഗങ്ങളല്ല. ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്, ലോക്സഭാംഗത്തേക്കാൾ 1 വർഷം കൂടുതൽ. ഈ ഒരു 6 വർഷത്തെ കാലാവധി രാജ്യത്തിന്റെ ദീർഘകാല നയങ്ങളെപ്പറ്റി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും അവർക്ക് കൂടുതൽ സമയം നൽകുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. എന്തിനായിരുന്നു നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇങ്ങനെ 2 വ്യത്യസ്ത സ്വഭാവമുള്ള സഭകൾ ഉണ്ടാക്കിയത്? എന്തായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ വലിയ പ്ലാൻ? ഈ കാണുന്ന ടേബിൾ ആ ഒരു വലിയ ചിത്രം നമുക്ക് ക്ലിയർ ആക്കി തരും. ഒരു വശത്ത് ലോക്സഭ, അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ പോയി നിൽക്കണം. മറുവശത്ത് രാജ്യസഭ, അത് സ്ഥിരതയുടെയും തുടർച്ചയുടെയും പ്രതീകമാണ്. രാഷ്ട്രീയത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും ഒരു കണ്ടിന്യൂറ്റി കൊടുക്കുന്നത് രാജ്യസഭയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ദുസ്സഭാ സംവിധാനം 2 കാര്യങ്ങളെ ഭംഗിയായി ബാലൻസ് ചെയ്യാണ്. ഒന്ന്, ജനങ്ങളുടെ അന്നന്നത്തെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും, അത് ലോക്സഭ നോക്കും. 2, സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിന്റെയും ദീർഘകാല താൽപ്പര്യങ്ങൾ, അത് രാജ്യസഭ ഉറപ്പുവരുത്തും. ഈയൊരു ബാലൻസാണ് നമ്മുടെ ജനാധിപത്യത്തെ ഇത്രയും ശക്തമാക്കുന്നത്. ശരി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഇനി നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നുവെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? റെഡിയല്ലേ? ഇതാ കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ലോക്സഭയുടെ സാധാരണ കാലാവധി എത്രയാണ്? ഓപ്ഷൻസ് ഉണ്ട്: 4 വർഷം, 5 വർഷം, 6 വർഷം. ശരി ഉത്തരം തീർച്ചയായും ബി, 5 വർഷം. ഇനി രണ്ടാമത്തെ ചോദ്യം, പാർലമെന്റിന്റെ പെർമനന്റ് ബോഡി എന്നറിയപ്പെടുന്ന സഭ ഏതാണ്? ലോക്സഭയാണോ, രാജ്യസഭയാണോ, അതോ രണ്ടുമാണോ? യെസ്, ഉത്തരം ബി, രാജ്യസഭയാണ്. ഇനി കുറച്ചുകൂടി സീരിയസ് ആയി ചിന്തിക്കാനായിട്ട് ഒരു ചോദ്യം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഈ വ്യത്യസ്തമായ കാലാവധിയും പിരിച്ചുവിടൽ രീതികളുമൊക്കെ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ളൊരു ധാരണ കിട്ടും. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യത്തിന് ഏറ്റവും വേണ്ടതെന്താണ്? കൃത്യമായ ഇടവേളകളിൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുന്ന ആ ഒരു ഉത്തരവാദിത്തമാണോ, അതോ രാജ്യസഭ നൽകുന്നത് പോലുള്ള ആ ഒരു ഭരണസ്ഥിരതയാണോ? ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമസ്കാരം. നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ പ്രതിനിധികളെ പാർലമെന്റിലേക്ക് അയക്കുന്നു, അല്ലേ? പക്ഷെ ആർക്കൊക്കെ അവിടെ എത്താം, ആർക്കൊക്കെ കഴിയില്ല എന്നതിനൊക്കെ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് കാക്കുന്ന, ഭരണഘടനയുടെ കാവലാളികൾ എന്ന് തന്നെ പറയാവുന്ന ഈ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ എംപിമാരെ തെരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ആർക്കാണ് യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പോലും അവസരം കിട്ടുന്നത്? ആരാണിത് തീരുമാനിക്കുന്നത്? വെറുതെ ആർക്കെങ്കിലും പോയി മത്സരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് ചില കടമ്പകളുണ്ട്. എന്തൊക്കെയാണത്? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം പാർലമെന്റിലെത്താനുള്ള അടിസ്ഥാന യോഗ്യതകൾ, പിന്നെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരാൾ അയോഗ്യനാകാം,
അത് കഴിഞ്ഞ് അവരെടുക്കേണ്ട പ്രതിജ്ഞയെക്കുറിച്ച്, പദവികൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള നിയമങ്ങളെക്കുറിച്ച്, പിന്നെ ആ കൂർമാറ്റ നിയമത്തെക്കുറിച്ചും സംസാരിക്കും. അവസാനം എന്തിനാണ് ഈ നിയമങ്ങളെല്ലാം എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യും. അപ്പൊ തുടങ്ങല്ലേ? ശരി, നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. പ്രവേശനത്തിനുള്ള യോഗ്യതകൾ. ഒരു പാർലമെന്റ് അംഗമാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും കടന്നുപോകേണ്ട ആദ്യത്തെ കടമ്പയാണിത്. ഇത് നമ്മുടെ ഭരണഘടന തന്നെ വച്ചിട്ടുള്ള ഒരു ഫിൽട്ടറാണ്, ഒരു അരിപ്പ പോലെ. അപ്പോ എന്തൊക്കെയാണ് ഈ ചെക്ക് ലിസ്റ്റിലുള്ളത്? നോക്കാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതിലൊരു കോംപ്രമൈസുമില്ല. കാരണം രാജ്യത്തോടുള്ള കൂർ അത് 100%ആയിരിക്കണമല്ലോ. പിന്നെ ഭരണഘടനയോട് കൂർ പുലർത്തും എന്ന് പ്രതിജ്ഞയെടുക്കാൻ തയ്യാറായിരിക്കണം. അതോടൊപ്പം ഒരു മിനിമം പ്രായം വേണം. കൂടാതെ പാർലമെന്റ് ഇടയ്ക്കിടെ കൊണ്ടുവരുന്ന മറ്റ് യോഗ്യതകളും പാലിക്കണം. ഇനി പ്രായത്തിന്റെ കാര്യം. ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 25 വയസ്സ് വേണം. ജനങ്ങളുടെ സഭയാണല്ലോ അത്. അപ്പോ കുറച്ചെങ്കിലും ജീവിതാനുഭവവും പക്വതയുമൊക്കെ വേണ്ടേ നിയമങ്ങളുണ്ടാക്കാൻ? അതാണ് ഇതിനു പിന്നിലൊരു ആശയം. എന്നാൽ രാജ്യസഭയുടെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതിനെ മുതിർന്നവരുടെ സഭ എന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പോ അങ്ങോട്ട് മത്സരിക്കാൻ 30 വയസ്സ് തികഞ്ഞിരിക്കണം. കുറച്ചുകൂടി അനുഭവസമ്പത്തും ദീർഘവീക്ഷണവുമൊക്കെ ഉള്ളവർ അവിടെ വേണം എന്ന ചിന്തയാണ് ഈ ഉയർന്ന പ്രായപരിധിക്ക് പിന്നിൽ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ യോഗ്യതകളൊക്കെ ആരാണ് തീരുമാനിച്ചത്, എവിടെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന്, അല്ലേ? ഇതെല്ലാം വരുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 84-ൽ നിന്ന്. അപ്പൊ ഇതൊരു സാധാരണ നിയമമല്ല, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന ശിലയാണ്. ഓക്കെ, അപ്പൊ യോഗ്യതകളുടെ കാര്യം നമ്മൾ കണ്ടു. പക്ഷേ യോഗ്യത ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ. ചില കാര്യങ്ങൾ നിങ്ങളെ അയോഗ്യനാകുകയും ചെയ്യും. പാർലമെന്റിന്റെ അന്തസ്സും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കാൻ ഭരണഘടന തന്നെ വെച്ചിട്ടുള്ള ചില റെഡ് ലൈനുകളുണ്ട്. എന്തൊക്കെയാണ് ആ വരമ്പുകൾ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കണം. യോഗ്യതയില്ലാത്തത് അഥവാ നോട്ട് ക്വാളിഫൈഡ് എന്നതും അയോഗ്യനാക്കപ്പെടുന്നത് അഥവാ ഡിസ്ക്വാളിഫൈഡ് എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യോഗ്യതയില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ 25 വയസ്സ് തികയാത്തതുപോലെ ബേസിക് ക്രൈറ്റീരിയ തന്നെ മീറ്റ് ചെയ്യാത്ത അവസ്ഥയാണ്. എന്നാൽ അയോഗ്യത അങ്ങനെയല്ല. നിങ്ങൾക്ക് എല്ലാ അടിസ്ഥാന യോഗ്യതകളും ഉണ്ടാകാം, പക്ഷേ വേറെ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ വിലക്കുന്നതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാളെ അയോഗ്യനാക്കുന്നത്? ഒന്ന്, സർക്കാരിന്റെ കീഴിൽ ലാഭകരമായ ഒരു പദവി വഹിക്കുകയാണെങ്കിൽ. 2, മാനസികമായി അസ്വാസ്ഥ്യമുണ്ടെന്ന് ഒരു കോടതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ. 3, കടം കയറി പാപ്പറായി പ്രഖ്യാപിക്കപ്പെട്ടാൽ. 4, ഇന്ത്യൻ പൗരനല്ലാതാവുകയോ മറ്റൊരു രാജ്യത്തോട് കൂറു പുലർത്തുകയോ ചെയ്താൽ. പിന്നെ പാർലമെന്റ് ഉണ്ടാക്കുന്ന മറ്റ് നിയമങ്ങൾ പ്രകാരവും അയോഗ്യനാക്കപ്പെടാം. ഈ അയോഗ്യതകളെല്ലാം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 102-ലാണ് ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ഭരണഘടന തന്നെ ഒരുക്കിയ ഒരു സുരക്ഷാ കവചം, ഒരു സേഫ്റ്റി നെറ്റ്. അതാണ് ഈ ആർട്ടിക്കിൾ. അപ്പോ തിരഞ്ഞെടുപ്പൊക്കെ ജയിച്ചു, ഇനി നേരെ പോയി പാർലമെന്റിൽ ഇരിക്കാമോ? ഇല്ല. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടിയുണ്ട്. രാജ്യത്തിനു മുന്നിൽ ഒരു വാഗ്ദാനം നൽകണം. അതാണ് സത്യപ്രതിജ്ഞ. ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട്, അല്ലേ? ഇത് വെറുമൊരു ചടങ്ങായി കാണരുത്. രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളോടും നമ്മുടെ ഭരണഘടനയോടുമുള്ള ഓരോ അംഗത്തിന്റെയും ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റാണ്, ഒരു ഉടമ്പടിയാണ്. ഈ ഒരു വാക്ക് കൊടുത്തതിനു ശേഷമേ അവർക്കൊരു MP എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങാൻ കഴിയൂ. ഒരു നിമിഷം, ഈ പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ സിമ്പിളാണ്. അവർക്ക് സഭയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഒരു MPക്ക് കിട്ടുന്ന പ്രത്യേക അവകാശങ്ങളോ പരിരക്ഷയോ ഒന്നും കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ആ സത്യപ്രതിജ്ഞയാണ് അവരെ ശരിക്കും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് MP-ആക്കി മാറ്റുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അയോഗ്യതകളിലേക്ക് ഒന്ന് തിരിച്ചുവരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒന്നാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലാഭകരമായ പദവി എന്ന ആശയം. എന്തുകൊണ്ടാണിത് ഇത്ര വലിയൊരു കാര്യമായി കാണുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. എന്താണ് ഈ ലാഭകരമായ പദവി? വളരെ സിമ്പിളായി പറഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ കീഴിൽ ശമ്പളമോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ കിട്ടുന്ന ഒരു പദവി. അങ്ങനൊരു പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരേ സമയം MP ആകാൻ സാധിക്കില്ല. ഇതിന് പിന്നിലെ ലോജിക് എന്താണെന്നറിയാമോ? അത് വളരെ പവർഫുള്ളാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ഫുട്ബോൾ കളിയിൽ റെഫറിയും ഒരു ടീമിലെ കളിക്കാരനും ഒരാളാകാൻ പറ്റുമോ?
പറ്റില്ല. കാരണം തീരുമാനങ്ങളിൽ പക്ഷപാതം വരും. അതുപോലെ തന്നെയാണിതും. നിയമങ്ങൾ ഉണ്ടാക്കേണ്ട എംപിമാർ നിയമം നടപ്പാക്കുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങാൻ തുടങ്ങിയാൽ അവരുടെ തീരുമാനങ്ങൾ എത്രത്തോളം സ്വതന്ത്രമായിരിക്കും? അവരുടെ കൂറ് ആരോടായിരിക്കും? ജനങ്ങളോടോ അതോ സർക്കാരിനോടോ? ആ ഒരു താൽപര്യ വൈരുദ്ധ്യം ഒഴിവാക്കാനാണ് ഈ നിയമം. ശരി, ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തില് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? കൂറുമാറ്റം. ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് വേറൊരു പാർട്ടിയിലേക്ക് ചാടുന്നത്. ഇത് തടയാനായി കൊണ്ടുവന്ന നിയമത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ അവരുടെ ആശയങ്ങൾ പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ച ഒരാൾക്ക് പിറ്റേ ദിവസം നേരെ എതിർ പാർട്ടിയിലേക്ക് പോകാൻ പറ്റുമോ? ജനങ്ങൾ വോട്ട് ചെയ്തത് ആ വ്യക്തിക്ക് മാത്രമല്ലല്ലോ, ആ പാർട്ടിക്കും കൂടിയല്ലേ? ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൂറുമാറ്റ നിരോധന നിയമം. ഈ ഒരു പ്രശ്നം തടയാനാണ് നമ്മുടെ ഭരണഘടനയിലെ 10ാം ഷെഡ്യൂൾ അഥവാ ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നത്. ഇങ്ങനെ തോന്നിയ പോലെ പാർട്ടി മാറുന്നത് സർക്കാരുകളുടെ സ്ഥിരതയെ തന്നെ ബാധിക്കുമല്ലോ. ആ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഒഴിവാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷെ ഇവിടെ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് രാഷ്ട്രീയ സ്ഥിരത. കൂറുമാറ്റം കാരണം സർക്കാരുകൾ വീഴുന്നത് ഒരു രാജ്യത്തിനും നല്ലതല്ല. അതുറപ്പാക്കാൻ ഈ നിയമം സഹായിക്കുന്നു. എന്നാൽ മറുവശത്ത് ഒരു എംപിയുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമെന്താകും? അവരെപ്പോഴും പാർട്ടിയുടെ വിപ്പനുസരിക്കണോ? സ്വന്തം മനസാക്ഷിക്കോ അല്ലെങ്കിൽ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായത്തിനോ വിരുദ്ധമായി വോട്ട് ചെയ്യേണ്ടി വന്നാലോ? ഇത് ആ എംപിയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നുണ്ടോ? ഇതിന്നും തുടരുന്ന ഒരു വലിയ സംവാദമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. യോഗ്യതകൾ, അയോഗ്യതകൾ, സത്യപ്രതിജ്ഞ, കൂറുമാറ്റ നിയമം. എന്തിനാണ് ഇത്രയധികം നിയമങ്ങളും നിബന്ധനകളും? ഉത്തരം ഒന്നുമാത്രം: നമ്മുടെ പാർലമെന്റ് എന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കാൻ, ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസം നിലനിർത്താൻ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ ഒരു ചുരുക്കം നമുക്ക് നോക്കാം. യോഗ്യതകൾ എന്തിനാണ്? കഴിവുള്ള, രാജ്യത്തോട് കൂറുള്ള ആളുകൾ വരുന്നു എന്നുറപ്പാക്കാൻ. അയോഗ്യതകളോ? അഴിമതിയും താൽപര്യ വൈരുദ്ധ്യങ്ങളും ഉള്ളവരെ മാറ്റി നിർത്താൻ. സത്യപ്രതിജ്ഞ ഭരണഘടനയോടുള്ള കൂറ് ഉറപ്പുവരുത്തുന്നു. കൂറുമാറ്റ നിയമം രാഷ്ട്രീയ സ്ഥിരത നൽകുന്നു. കണ്ടില്ലേ, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ പാർലമെന്റിന്റെ വിശ്വാസ്യത എന്ന വലിയ കെട്ടിടത്തിന്റെ അടിത്തറയുണ്ടാകുന്നത്. തീർച്ചയായും ഈ നിയമങ്ങളെല്ലാം പാർലമെന്റിന്റെ അന്തസ്സ് കാക്കാനുള്ള ശക്തമായ ചട്ടക്കൂടുകൾ തന്നെയാണ്. പക്ഷെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം: ഈ കടലാസിലെ നിയമങ്ങൾ മാത്രം മതിയോ നമ്മുടെ എംപിമാരുടെ സത്യസന്ധത ഉറപ്പാക്കാൻ? അതോ യഥാർത്ഥ ഉത്തരവാദിത്തം ഈ നിയമങ്ങൾക്കപ്പുറം വോട്ട് ചെയ്യുന്ന, ചോദ്യം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരിലുമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമസ്കാരം. ഇന്ത്യൻ പാർലമെന്റ് വാർത്തകളിലൊക്കെ നമ്മൾ ഒരുപാട് ബഹളവും ചർച്ചകളൊക്കെ കാണാറുണ്ടല്ലേ? പക്ഷെ അതിനിടയിലും എങ്ങനെയാണ് ഇത്ര കൃത്യമായി കാര്യങ്ങൾ നടന്നുപോകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം ആ നടപടിക്രമങ്ങൾക്കൊക്കെ ഒരു ചിട്ടയുണ്ട്. ആ ചിട്ട ഉറപ്പുവരുത്തുന്ന ചില നിർണായക പദവികളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒന്നാലോചിച്ചു നോക്കൂ. 100 കണക്കിന് അംഗങ്ങൾ, പല പാർട്ടികൾ, പല അഭിപ്രായങ്ങൾ. ചിലപ്പോഴൊക്കെ അത് വലിയ ബഹളങ്ങളിലേക്ക് പോകാറുമുണ്ട്. അങ്ങനെയുള്ളൊരിടത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ഒരു ചിട്ടയോടെ മുന്നോട്ടു പോകുന്നത്? ഇതിനു പിന്നിൽ അതിവിദഗ്ധമായ ഒരു സംവിധാനമുണ്ട്. ആ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കളിക്കാരെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ സഭ നിയന്ത്രിക്കുന്ന ഒരു കളിയിലെ അമ്പയർമാരെ പോലെയുള്ള നിഷ്പക്ഷരായ അധ്യക്ഷന്മാരെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അവരുടെ ഡെപ്യൂട്ടികളെപ്പറ്റി, അത് കഴിഞ്ഞ് സർക്കാർ പ്രതിപക്ഷ നേതൃത്വങ്ങളെപ്പറ്റി, കൂട്ടത്തിൽ പാർട്ടി അച്ചടക്കം ഉറപ്പാക്കുന്ന വിപ്പുമാരെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കും. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം സഭയിലെ നിഷ്പക്ഷരായ അമ്പയർമാർ. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറുടെ റോൾ എത്രത്തോളം പ്രധാനമാണോ, ഏകദേശം അതുപോലെ തന്നെയാണ് പാർലമെന്റിൽ സ്പീക്കറുടെയും രാജ്യസഭാ ചെയർമാന്റെയും പദവികൾ. ലോക്സഭയുടെ പരമാധികാരി എന്നുതന്നെ സ്പീക്കറെ പറയാം. സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുക, നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുക, ആര് സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നതിലൊക്കെ അവസാന വാക്ക് സ്പീക്കറുടേതാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് സഭയുടെ ശബ്ദമായാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രതിനിധിയായല്ല. പക്ഷേ സ്പീക്കറുടെ ഈ നിഷ്പക്ഷതയുടെ കാര്യത്തിൽ രസകരമായൊരു വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷവും സാങ്കേതികമായി അദ്ദേഹം തന്റെ പാർട്ടിയിൽ അംഗമായി തുടരും. പക്ഷേ നിഷ്പക്ഷനായി പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് ബ്രിട്ടനിൽ ഒരു കീഴ്വഴക്കമുണ്ട്. അവിടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉടൻ അദ്ദേഹം തന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും. പൂർണ്ണമായ നിഷ്പക്ഷത ഉറപ്പാക്കാനാണിത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ നിഷ്പക്ഷത പാലിക്കുക എന്നത് പലപ്പോഴും വലിയൊരു വെല്ലുവിളി തന്നെയാണ്.
ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഈയൊരു വാചകത്തിൽ തന്നെയുണ്ട് സ്പീക്കർ എന്ന പദവിയുടെ പ്രാധാന്യം. വെറുമൊരു സഭാ അധ്യക്ഷൻ എന്നതിലുപരി രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രതീകം കൂടിയാണ് സ്പീക്കർ. ഇനി നമുക്ക് രാജ്യസഭയിലേക്ക് വരാം. അവിടുത്തെ അധ്യക്ഷനെ ചെയർമാൻ എന്നാണ് പറയുന്നത്. ലോക്സഭയിലെ സ്പീക്കറുടെ അതേ ജോലികളാണ് രാജ്യസഭയിൽ ചെയർമാനും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണോ അദ്ദേഹമായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ. അതായത് ആ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ സ്വാഭാവികമായി ചെയർമാനായി മാറും. ഇതിനെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അപ്പോ ഒരു ചോദ്യം വരാം. സ്പീക്കറോ ചെയർമാനോ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? സഭാ നടപടികൾ നിന്നുപോകുമോ? ഇല്ല. അതിനാണ് നമുക്ക് ഡെപ്യൂട്ടി സ്പീക്കറും ഡെപ്യൂട്ടി ചെയർമാനുമുള്ളത്. സഭ ഒരു നിമിഷം പോലും നേതൃത്വമില്ലാതെ പോകരുത് എന്ന് ഉറപ്പാക്കുകയാണ് ഇവരുടെ പ്രധാന ദൗത്യം. സംഭവം വളരെ ലളിതമാണ്. സ്പീക്കറുടെയോ ചെയർമാന്റെയോ അഭാവത്തിൽ സഭയുടെ പൂർണ്ണ നിയന്ത്രണം ഈ ഡെപ്യൂട്ടികൾ ഏറ്റെടുക്കും. സ്പീക്കർ ഇല്ലാത്തപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കറുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടാകും. ഇത് സഭാ നടപടികൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. ശരി, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് സഭയിലെ നിഷ്പക്ഷരായ പദവികളെക്കുറിച്ചാണ്. ഇനി നമുക്ക് കളിയുടെ രാഷ്ട്രീയ വശത്തേക്ക് കടക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് സഭാനേതാവ് അഥവാ ലീഡർ ഓഫ് ദ ഹൗസ്. സാധാരണഗതിയിലെ ലോക്സഭയിലെ സഭാനേതാവ് പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ഇനി പ്രധാനമന്ത്രി രാജ്യസഭാംഗമാണെങ്കിൽ ലോക്സഭയിലെ ഒരു മുതിർന്ന മന്ത്രിയെ ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യും. സർക്കാരിന്റെ നിയമനിർമ്മാണങ്ങൾ, മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം സഭയിൽ അവതരിപ്പിക്കുന്നതിനും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനും ചുക്കാൻ പിടിക്കുന്നത് ഈ സഭാനേതാവാണ്. ഒരു ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, ഒരുപക്ഷേ അതിനേക്കാൾ പ്രാധാന്യം ശക്തമായൊരു പ്രതിപക്ഷത്തിനുണ്ട്. സഭയിൽ ആ പ്രതിപക്ഷത്തെ ഒന്നടങ്കം നയിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗികമായി അംഗീകാരം കിട്ടണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അവരുടെ പാർട്ടിക്ക് സഭയിലെ ആകെ അംഗബലത്തിന്റെ 10-1 സീറ്റുകളെങ്കിലും വേണം. സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുക, ഒരു ബദൽ നയം മുന്നോട്ട് വയ്ക്കുക എന്നതൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ജോലി. ഈ പദവിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് എന്നത് തന്നെ അതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായൊരു റോളിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വിപ്പുമാരെക്കുറിച്ച്. വിപ്പ് എന്ന വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പദവി നമ്മുടെ ഭരണഘടനയിലോ പാർലമെന്റ് നിയമങ്ങളിലോ പറയുന്ന ഒന്നല്ല. ഇത് പൂർണ്ണമായും പാർലമെന്ററി കീഴ്വഴക്കത്തിന്റെ ഭാഗമായി വന്നതാണ്. എല്ലാ പാർട്ടികൾക്കും ഓരോ വിപ്പുണ്ടാകും. പാർട്ടിയുടെ ഒരു അസിസ്റ്റന്റ് ഫ്ലോർ ലീഡർ എന്നു വേണമെങ്കിൽ പറയാം. പ്രധാനപ്പെട്ട വോട്ടെടുപ്പുകൾ വരുമ്പോൾ പാർട്ടി അംഗങ്ങളെല്ലാവരും സഭയിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പാർട്ടി പറയുന്നത് പോലെ വോട്ട് ചെയ്യിക്കുക, ഇതൊക്കെയാണ് വിപ്പിന്റെ പ്രധാന ജോലി. അപ്പോൾ ഈ പാർട്ടി അച്ചടക്കം എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അതിനാണ് വിപ്പുകൾക്ക് ചില അധികാരങ്ങളുള്ളത്. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് 3 തലങ്ങളുണ്ട്. ഒരു വരി വിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അറിയിപ്പ് മാത്രമാണ്, വോട്ടെടുപ്പുണ്ട് എന്ന്. 2 വരി വിപ്പ് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്, വോട്ടെടുപ്പ് സമയത്ത് സഭയിൽ ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കും. എന്നാൽ 3 വരി വിപ്പ് ഒരു അന്ത്യശാസനം പോലെയാണ്. സഭയിൽ നിർബന്ധമായും ഹാജരാകണം, പാർട്ടി പറയുന്ന നിലപാടിന് അനുകൂലമായി വോട്ട് ചെയ്യണം. ഇത് ലംഘിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു അച്ചടക്ക ലംഘനമാണ്. ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തിയേക്കാം. അപ്പോൾ നമ്മൾ പാർലമെന്റിലെ പ്രധാനപ്പെട്ട ചില പദവികളെയും അവയുടെ റോളുകളെയും കുറിച്ച് സംസാരിച്ചു. ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ഒരു വശത്ത് സ്പീക്കറെയും ചെയർമാനെയും പോലെ നിഷ്പക്ഷമായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ, മറുവശത്ത് സഭാനേതാവും പ്രതിപക്ഷ നേതാവും വിപ്പുമാരും രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ. ഈ നിഷ്പക്ഷതയും കക്ഷിരാഷ്ട്രീയവും തമ്മിലുള്ളൊരു സന്തുലിതാവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ സഭയിൽ ഒരേ സമയം നിഷ്പക്ഷമായ നിയമങ്ങളും കക്ഷിപരമായ താൽപ്പര്യങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? ഈ ചോദ്യം നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കാതലിനെക്കുറിച്ചാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും ഈയൊരു ബാലൻസിംഗ് ആക്റ്റിൽ തന്നെയാവാം. ശരി, ഇനി നിങ്ങളുടെ അറിവ് പരീക്ഷിക്കാൻ ഒരു ചെറിയ ചോദ്യം. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യൻ ഉപരാഷ്ട്രപതി. നമ്മൾ നേരത്തെ സംസാരിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഉപരാഷ്ട്രപതി പദവി വഹിക്കുന്നയാൾ സ്വാഭാവികമായും രാജ്യസഭയുടെ ചെയർമാനാകുന്നു. അടുത്ത ചോദ്യം, വിപ്പ് എന്ന പദവിയുടെ നിയമപരമായ അടിസ്ഥാനം എന്താണ്? ഓർക്കുക, ഇത് ഭരണഘടനയിലോ നിയമപുസ്തകങ്ങളിലോ ഇല്ല. അതെ, ഉത്തരം ഡി, പാർലമെന്ററി കീഴ്വഴക്കം. അവസാനമായി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ആഴത്തിൽ ചിന്തിക്കാനൊരു ചോദ്യം. സഭയുടെ കാര്യക്ഷമമായ നടത്തിപ്പും ഒരു മികച്ച ജനാധിപത്യത്തിനു വേണ്ട നിഷ്പക്ഷതയും സ്പീക്കറുടെ പദവി എങ്ങനെയാണ് ഉറപ്പാകുന്നത്?
ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റിനെയും പ്രധാനമന്ത്രിയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ ചേർന്നാണ് ഒരു ദേശീയ ഗവൺമെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വലിയ പ്രോസസ്സിന്റെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ പോയി ചെയ്യുന്ന ഒരൊറ്റ വോട്ട് അതെങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഏകദേശം 140 കോടി ജനങ്ങളുടെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു വലിയ ശക്തിയായി മാറുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത് ഒരു സാധാരണ വോട്ടറിൽ നിന്നാണ്. അത് അവസാനിക്കുന്നത് ഇലക്ഷൻ റിസൾട്ടിലും. നമ്മൾ ഈ 6 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ആദ്യം നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്താണെന്ന് നോക്കും. പിന്നെ ആർക്കൊക്കെ വോട്ട് ചെയ്യാം. അതിനുശേഷം നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് സംസാരിക്കും. പിന്നെ വരുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്നൊരു സിസ്റ്റമാണ്. അതിനുശേഷം ഡീലിമിറ്റേഷനും അവസാനം എന്തിനാണ് നമ്മൾ ഈ സിസ്റ്റം തിരഞ്ഞെടുത്തതെന്നും നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ അടിത്തറ എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. ഇടയിൽ വേറെ ആരുമില്ല. നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം, പക്ഷേ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നേരെ നിങ്ങളുടെ മണ്ഡലത്തിലെ എംപിക്കാണ്. അതായത് വോട്ടറായ നിങ്ങളും നിങ്ങൾ തെരഞ്ഞെടുത്ത എംപിയും തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷൻ വരുന്നു. നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം പറയാൻ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ എംപിയെ സമീപിക്കാം. കാരണം നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്, അല്ലേ? അപ്പോൾ ഒരു ഉത്തരവാദിത്തം അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, ആർക്കൊക്കെയാണ് ഈ വോട്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ അധികാരം നമ്മുടെ ഭരണഘടന ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാം. അവിടെ നിങ്ങളുടെ ജാതിയോ മതമോ ആണാണോ പെണ്ണാണോന്നോ പണമുണ്ടോ ഇല്ലയോന്നോ ഒന്നും ഒരു വിഷയമേ അല്ല. എല്ലാവർക്കും ഒരേ അവകാശം. പണ്ടിൽ 21 വയസ്സായിരുന്നു കേട്ടോ. 1988-ലെ 61ാമത്തെ ഭേദഗതിയിലാണ് ഇത് 18 കുറച്ചത്. കൂടുതൽ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഒരു അവസരം കൊടുത്തു, അല്ലേ? ഇവിടെ ഈ പറയുന്ന കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം ഭയങ്കര ദാരിദ്ര്യം. ഭൂരിഭാഗം ആളുകൾക്കും എഴുത്തും വായനയും അറിയില്ല. ലോകത്ത് പല രാജ്യങ്ങളിലും അന്ന് പണവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മാത്രമായിരുന്നു വോട്ടവകാശം. പക്ഷേ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്തു ചെയ്തു? അവർ എല്ലാ ഇന്ത്യക്കാർക്കും, പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തു. അതൊരു ധീരമായ തീരുമാനമായിരുന്നു. സാധാരണക്കാരന്റെ ബുദ്ധിയിലും വിവേകത്തിലുമുള്ള ഒരു വലിയ വിശ്വാസമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ കോടിക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്നു. ഇത് എങ്ങനെയാണെന്ന് ഓർഗനൈസ് ചെയ്യുക? ഒരുമിച്ച് നടത്താൻ പറ്റില്ലല്ലോ. അതിനൊരു വഴിയുണ്ട്. രാജ്യത്തെ മൊത്തത്തിൽ ചെറിയ ചെറിയ ഇലക്ഷൻ ഏരിയകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. ലോക്സഭ ഇലക്ഷന് വേണ്ടി ഇന്ത്യയെ ഇങ്ങനെ 543 മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിൽ നിന്നും ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കും, ലോക്സഭയിലേക്ക്. അപ്പോൾ 543 മണ്ഡലങ്ങൾ, 543 എംപിമാർ. സിമ്പിൾ. ഇങ്ങനെ മണ്ഡലങ്ങൾ തിരിക്കുമ്പോൾ ഭരണഘടന ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്: ഒരു വോട്ട് ഒരു മൂല്യം. അതായത് എല്ലാ വോട്ടിനും ഏകദേശം ഒരേ പവർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ കേരളത്തിലെ ഒരു എം പി 10 ലക്ഷം പേരെ പ്രതിനിധീകരിക്കുന്നു, ഉത്തർപ്രദേശിലെ ഒരു എം പി 50 ലക്ഷം പേരെ പ്രതിനിധീകരിക്കുന്നു എന്ന് വരുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ജനസംഖ്യയും സീറ്റുകളുടെ എണ്ണവും തമ്മിലുള്ള അനുപാതം എല്ലാ സംസ്ഥാനങ്ങളും ഏകദേശം ഒരുപോലെയായിരിക്കണം. അതുപോലെ ഒരു സംസ്ഥാനത്തിനകത്തും ഇത് ഒരുപോലെയായിരിക്കണം. എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം, അതാണ് ലക്ഷ്യം. അപ്പോൾ മണ്ഡലങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇലക്ഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്ക് വരാം. ഒരു മണ്ഡലത്തിൽ കുറേ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതിൽ ആരാണ് ജയിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ വിജയിയെ തീരുമാനിക്കുന്നത്? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണോ, അതോ പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടണോ? എന്താണ് നിയമം? നമ്മുടെ സിസ്റ്റം ഒരു ഓട്ടപ്പന്തയം പോലെയാണ്. ഫിനിഷിംഗ് ലൈൻ ആദ്യം ക്രോസ് ചെയ്യുന്നയാൾ ജയിക്കും, അത്രയുള്ളൂ. മറ്റുള്ളവരെക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയാൽ മതി, നിങ്ങൾ ജയിച്ചു. അതായത് 50% കൂടുതൽ വോട്ട് വേണമെന്നൊരു നിർബന്ധവുമില്ല. ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അയാൾ ജയിക്കും. ഇതിനെയാണ് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് അല്ലെങ്കിൽ FPTP സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. 1, നിങ്ങൾ പോയി വോട്ട് ചെയ്യുന്നു. 2, വോട്ടെല്ലാം എണ്ണുന്നു. 3, ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടിയത് അവരെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. വളരെ ലളിതമായ 3 സ്റ്റെപ്പുകൾ. ഇനി ഈ FPTP സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ടേബിളൊന്ന് നോക്കൂ. ഇത് 1984-ലെ ലോക്സഭാ ഇലക്ഷന്റെ കണക്കാണ്. കോൺഗ്രസിന് കിട്ടിയത് 48% വോട്ടാണ്, അതായത് പകുതിയിൽ താഴെ. പക്ഷേ അവർക്ക് കിട്ടിയ സീറ്റുകൾ നോക്കൂ, 415.
അതായത് 75% കൂടുതൽ സീറ്റുകൾ. അതേസമയം BJPക്ക് 7.4% വോട്ട് കിട്ടിയിട്ടും ആകെ കിട്ടിയത് വെറും 2 സീറ്റാണ്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? രാജ്യത്ത് മൊത്തം കിട്ടുന്ന വോട്ട് ശതമാനവും പാർലമെന്റിൽ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അവരുടെ മുന്നിൽ 2 ഓപ്ഷനുകളുണ്ടായിരുന്നു. ഒന്ന്, ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ടിനനുസരിച്ച് സീറ്റ് കൊടുക്കുന്ന സിസ്റ്റം. അതിനെ ആനുപാതിക പ്രാതിനിധ്യമെന്ന് പറയും. അത് നല്ലതാണ്, കാരണം എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടും. പക്ഷേ പലപ്പോഴും തൂക്കുമന്ത്രിസഭകളും സ്ഥിരതയില്ലാത്ത ഗവൺമെന്റുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത FPTP സിസ്റ്റം. ഇത് പലപ്പോഴും ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നൽകും. അപ്പോൾ നമ്മുടെ നേതാക്കൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സ്ഥിരതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അങ്ങനെയാണ് FPTP തെരഞ്ഞെടുത്തത്. നമ്മൾ നേരത്തെ ഈ നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ മണ്ഡലങ്ങളുടെ അതിർത്തികളൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഇതെപ്പോഴും ഒരേപോലെ ഇരിക്കുമോ? ഇല്ല. കാലത്തിനനുസരിച്ച് ജനസംഖ്യ മാറുമ്പോൾ ഈ അതിർത്തികളും മാറ്റേണ്ടിവരും. ഈ ഒരു പ്രക്രിയയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം സിമ്പിളാണ്. കാലം കഴിയുമ്പോൾ ചിലയിടങ്ങളിലെ ജനസംഖ്യ കൂടും, ചിലയിടങ്ങളിൽ കുറയും, അല്ലേ? അപ്പോൾ ഒരു വോട്ട് ഒരു മൂല്യം എന്ന നമ്മുടെ പ്രധാനപ്പെട്ട തത്വം ഉറപ്പാക്കണമെങ്കിൽ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മണ്ഡലങ്ങളുടെ അതിർത്തികളും മാറ്റണം. അല്ലെങ്കിൽ ചില MPമാർക്ക് ഒരുപാട് വോട്ടർമാരും മറ്റു ചിലർക്ക് വളരെ കുറച്ച് വോട്ടർമാരുമാവും. ഈ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല. അതിനായി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാത്ത ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ തന്നെയുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. 70കളിൽ നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം ഒരു വലിയ വിഷയമായിരുന്നു. അപ്പോൾ നന്നായി ജനസംഖ്യ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിലെ സീറ്റുകൾ കുറഞ്ഞു പോകുമോ എന്നൊരു പേടി വന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്തു ചെയ്തെന്നോ, 1971 സെൻസസ് അടിസ്ഥാനമാക്കി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 ഫ്രീസ് ചെയ്തു. 1976 എടുത്ത ഈ തീരുമാനം ഇപ്പോഴും തുടരുകയാണ്. 2026 വരെ ഇത് മാറ്റില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഏകദേശം 50 വർഷമായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ? നമ്മുടെ ഈ ഇലക്ഷൻ സിസ്റ്റം വെറുതെ ഉണ്ടായതല്ല. ഒരുപാട് ചിന്തിച്ചും ചർച്ച ചെയ്തും നമ്മുടെ രാജ്യത്തിനു വേണ്ടി ബോധപൂർവം ഡിസൈൻ ചെയ്ത ഒന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ FPTP തന്നെ തെരഞ്ഞെടുത്തതെന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. പ്രധാനമായി 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം സിംപ്ലിസിറ്റി. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അന്ന് ഒരുപാട് നിരക്ഷരരുള്ള ഒരു രാജ്യത്ത് ഇത് അത്യാവശ്യമായിരുന്നു. രണ്ടാമത്തത് സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരത. രാജ്യത്തിന് വേണ്ടത് ശക്തമായ സ്ഥിരതയുള്ളൊരു ഗവൺമെന്റാണ്, തൂങ്ങി നിൽക്കുന്ന ഗവൺമെന്റുകളല്ല. മൂന്നാമത്തത് അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ ഉത്തരവാദിത്വം. ഓരോ മണ്ഡലത്തിനും അവരുടേതായ ഒരു MP, അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് ചോദ്യം ചെയ്യാം. നാലാമതായി ആനുപാതിക പ്രാതിനിധ്യം പോലുള്ള സിസ്റ്റങ്ങൾ വളരെ കോംപ്ലക്സ് ആണ്. അത് നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് അസ്ഥിരതയ്ക്ക് കാരണമായേക്കാം എന്നും അവർ ചിന്തിച്ചു. ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളുമെല്ലാം എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയാമോ? അതിനായി 2 പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ. വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത് മുതൽ ഇലക്ഷൻ കഴിഞ്ഞുള്ള തർക്കങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും ഈ നിയമങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം മാത്രം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞു. ഇന്ത്യ ഒരുപാട് മാറി. നമ്മുടെ രാഷ്ട്രീയവും സമൂഹവും എല്ലാം മാറി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രാതിനിധ്യം ഒരു പരിധിവരെ ബലി കഴിക്കുന്ന ഈ FPTP സിസ്റ്റം തന്നെയാണോ ഇപ്പോഴും ഇന്ത്യക്ക് ഏറ്റവും നല്ലത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയവുമാണ്. ശരി, നമ്മൾ ഇത്രയും സംസാരിച്ചല്ലോ. നിങ്ങളുടെ ഓർമ്മയൊന്ന് ടെസ്റ്റ് ചെയ്താലോ? 2 ചെറിയ ചോദ്യങ്ങൾ. ഒന്നാമത്തേത്, 61ാമത് ഭേദഗതി വന്നപ്പോൾ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയായാണ് കുറച്ചത്? ഉത്തരം ഓപ്ഷൻ B 18. രണ്ടാമത്തെ ചോദ്യം, FPTP സിസ്റ്റത്തിൽ വിജയിയെ തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ B കേവല ഭൂരിപക്ഷം. അതായത് ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അയാൾ ജയിക്കും. ഇനി ഈ വിഷയത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇതാ ഒരു ചോദ്യം. ഇന്ത്യ പോലൊരു വൈവിധ്യമുള്ള രാജ്യത്ത് ഈ FPTP സിസ്റ്റം ശരിക്കും അനുയോജ്യമാണോ? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വെച്ച് ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. എന്തായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.